ഹായ്! എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് പിന്നെയും സ്വാഗതം. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. നിങ്ങളോട് പറഞ്ഞല്ലോ ഇവിടുത്തെ പരിസരം കാണിച്ചു തരാമെന്ന്. ദാ ഇവിടെ നോക്കി, ഇവിടെയൊക്കെ എപ്പോഴും ഇനി ഒരു അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേനും നിറച്ച് പൂക്കളായിരിക്കും. അതും നമ്മുടെ നാട്ടിൽ കാണാത്ത സൈസ് പൂക്കൾ, നല്ല ഫുള്ള് യെല്ലോ കളറിൽ ഇങ്ങനെ പരന്ന് കിടക്കുമായിരിക്കുള്ളൂ പൂക്കൾ. ഇത്രയും പൂക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കധികം പൂക്കളായിരിക്കും. ഇതാ ഇവിടെ ഫുള്ളും ഇങ്ങനെ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരിക്കും. ഇതുകൊണ്ടോ ഈ സ്ഥലമൊക്കെ നോക്കിയേ, നമ്മുടെ നാട്ടിലെ അതേപോലത്തെ സ്ഥലമല്ലേ എന്ന് നോക്കിക്കേ. ഈ താഴെ ഈ കാണുന്നത് ഒരു കാനയാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ കാന, ഈ വെള്ളമൊക്കെ പോകുന്ന ബാത്റൂമിൽ ഇത് പോകുന്ന വെള്ളമൊക്കെ പോകുന്ന സൈസ്. ഇതുപോലത്തെ പൂവാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ പൂക്കളായിരിക്കും ഇനി ഇവിടെ ഫുള്ളും നിറച്ചും കാണാൻ സാധിക്കുക. ഇതിൻ്റെ തന്നെ വൈറ്റ് കളറിലുള്ള പൂക്കളും ഉണ്ടാവും. ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ നോക്കി, ഇവിടെ കാണുന്നത് ഒരു കാന പോലത്തെ ഒരു സംഭവമാണ്. ഇതിലിങ്ങനെ വെള്ളം പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടല്ലെന്ന് പറയുമോ? ഇത് ശരിക്കും ഒരു കാനയോ വേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയുള്ളത്. അത് എവിടെൻ്റെ അകത്ത് വെള്ളമുണ്ട്. ഇതുകൊണ്ട് ആകാശം നോക്കി, ആകാശം കാണാൻ എന്ത് രസമാണെന്ന് നോക്കി. കോളുംകുട്ടൻ ഭയങ്കര രസത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. ഇത് ഇവിടുത്തെ ഒരു വീടാണ്. ഈ വീടൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അടുത്തടുത്തല്ല. ഇത് ഇവരുടെ പറമ്പിൽ ഒന്ന് മാറി, നമ്മുടെ നാട്ടിലെ പോലെ കുറച്ച് സ്ഥലത്തുനിന്ന് മാറി വേറൊരു സ്ഥലത്ത് വീട്. അങ്ങനെ അടുത്തടുത്ത് വീടുകളൊന്നും തന്നെ ഇല്ല ഇവിടെ. നമ്മളിപ്പോൾ പോകുന്നത് ഒരു പൊട്ടറ്റോ കൃഷി കാണാൻ വേണ്ടിയാട്ടോ. പൊട്ടറ്റോ കൃഷിയിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. ഈ വഴി നോക്കി, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉള്ള ഈ ടാറിടാത്ത ഒരു സ്ഥലം, അങ്ങനത്തെ പോലത്തെ ഒരു വഴിയായത് കണ്ടോ. ഇവിടെ നിറച്ച് ചെളി വന്നേക്കുന്നത്. ഇവരുടെ കൃഷി സ്ഥലത്തേക്ക് പോകുന്നത് ഒരു പ്രത്യേകതരം വണ്ടിയിലാട്ടോ കൃഷി സ്ഥലത്തേക്ക് പോകുക. ഒരു ദിവസം ഞാനിനി ആ വണ്ടി കാണിച്ചു തരാം നിങ്ങളെല്ലാവരെയും. ആ വണ്ടിയിലാണ് ഇവർ കൃഷി സ്ഥലത്തേക്ക് പോവുക. അതുകൊണ്ടാണ് ഇവിടെ ഫുള്ളും ചെളിയായിട്ട് കിടക്കുന്നത്. അത് അവിടെ ചെന്നപ്പോഴത്തേനും കോളുംകുട്ടന് ഒരു പൂ കളഞ്ഞു കിട്ടി. ഇവരിവിടെ കുഴിച്ച് വെച്ചിരുന്ന് പകുതി സാധനങ്ങൾ ഇവരുടെ കൈ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുക കേട്ടോ. കൈ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന പൂവായത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂ കൈ കിട്ടി, അതെനിക്ക് തന്നേക്കും കേട്ടോ. ഇതാ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പൊട്ടറ്റോ കൃഷിയിലേക്ക് പോണ ഒരു സ്ഥലം. ഇതാണ് ആ പൊട്ടറ്റോ കൃഷി. ഇവിടെ എന്താ പറയുക, നിരന്ന് കിടക്കുക സ്ഥലം. എന്തോരം ഏക്കർ സ്ഥലം ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല. അങ്ങോട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി നിരന്ന് കിടക്കും. അതുപോലെ സ്ഥലമുള്ള ഒരു സ്ഥലമായത്. ഒത്തിരി അങ്ങ് കൃഷി സ്ഥലമാണ്, അങ്ങ് പരന്ന് കിടക്കുക. അതിൻ്റെ ബാക്കോട്ട് ആ സൈഡിൽ കാണുന്നത് ഫുള്ളൊരു കാട് പോലെയാണ് കേട്ടോ. ആകാശം നോക്കി എന്ത് രസമാണ് കാണാൻ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആകാശം അടുത്തേക്ക് പിടിക്കുന്നത് പോലെ, അടുത്തോട്ട് നിൽക്കുന്ന പോലെ. ഇതിൻ്റെ ഇടയ്ക്ക് കോളിംകുട്ട ബായ് പറയാമെന്നും പറഞ്ഞ് വരണേ.